വെൽക്കം ടു Q&K ഡയറീസ്. ഒരിത്തിരി നേരം നിങ്ങളോടൊപ്പം ഞാനും. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോൺ മസാലയാണ്. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. മാളുകളിൽ നിന്നും മറ്റും കിട്ടുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോൺ മസാല അതേ ടേസ്റ്റിൽ നമുക്കിവിടെ തയ്യാറാക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്രോസൺ പാക്കറ്റ് സ്വീറ്റ് കോണാണ്. ഇത് നമുക്ക് ആദ്യം വേവിച്ചെടുക്കണം. ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം, പിന്നെ ഓവനിൽ വേവിച്ചെടുക്കാം. ഓവനിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. നമുക്ക് അല്ലാതെയും ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കോണ് ഓവനിൽ വേവിച്ചെടുത്തതാണ്. ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്: മുളക് പൊടി, ചാറ്റ് മസാല, നല്ല ജീരകം പൊടിച്ചത്, സാൾട്ട്, പിന്നെ ബട്ടർ, പിന്നെ കുറച്ച് ചെറുനാരങ്ങ. നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ബട്ടർ ഇട്ടിട്ട് അത് മെൽട്ടായിട്ട് വരുമ്പോൾ നമുക്ക് സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം. ബട്ടറിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് നല്ല ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, ചാറ്റ് മസാല 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് ജസ്റ്റ് ചേർത്തെടുക്കാം. ഇങ്ങനെ ചെറുതായി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോൺ മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി മറ്റൊരു രീതിയിൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ മെൽട്ടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വേവിക്കാത്ത കോൺ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ വഴറ്റി കൊടുക്കുന്ന സമയത്ത് വേണം നമുക്കിതിൻ്റെ വേവ് പാകമായിട്ട് വരാൻ. ഇത് നമുക്ക് പാകമായെന്നറിയാൻ ഇതിലൊരു പീസ് എടുത്ത് നമുക്ക് കടിച്ചു നോക്കുക. അപ്പോൾ ഇത് പച്ച ചുവ കാണുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കുറച്ചുകൂടെ വേവിപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ബാക്കി ഇതിന് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ എടുത്ത അതേ മസാലകൾ ഓരോ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇത് സ്പൈസി കൂടുതൽ വേണമെങ്കിൽ ഇതിലേക്ക് മുളക് പൊടി കൂടുതലായി ചേർത്ത് കൊടുക്കുക. ദെൻ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇതോടെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോൺ മസാല തയ്യാറായി. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.